ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കോവിഡ് വാക്സിൻ സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. നമ്മുടെ നാട്ടിൽ കോവിഡ് വാക്സിൻ സ്വീകരിച്ചാൽ വീണ്ടും രോഗം വരുമോ എന്നുള്ള ഒരു സംശയം പല ആളുകൾക്കുമുണ്ട്. നിലവിലുള്ള കണക്ക് വെച്ചിട്ട് നമുക്കതൊന്ന് നോക്കാം. ആ ഒരു വാക്സിൻ സ്വീകരിച്ചാൽ വീണ്ടും വരുമോ, അത് ഏത് വാക്സിനാണ് ഏറ്റവും നല്ലത്, ഏത് സ്വീകരിച്ചാൽ വീണ്ടും വരുമെങ്കിൽ അതിൻ്റെ കാര്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ വീഡിയോയിൽ നോക്കുന്നത്. വീഡിയോയിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് ആദ്യമായി ചാനൽ കാണുന്ന ആളുകൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് ഇറക്കാം. നിലവിൽ രാജ്യത്ത് തദ്ദേശീയമായി ഉൽപ്പാദിപ്പിച്ച 2 വാക്സിനാണ് നിലവിൽ ഇന്ത്യയിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ വിതരണം ചെയ്ത കോവാക്സിൻ എന്ന് പറയുന്ന വാക്സിൻ ഒരു ഡോസ് എടുത്ത ആളുകൾ രാജ്യത്ത് 93,56,436 പേരാണുള്ളത്. 2 ഡോസ് വാക്സിൻ 17,37,178 പേരാണ് 2 ഡോസും എടുത്ത ആളുകളുള്ളത്. അപ്പോൾ നമുക്ക് ഈ വാക്സിൻ എടുത്തിട്ട് പിന്നീട് രോഗികളായ ആളുകളുടെ കണക്കൊന്ന് നോക്കാം. ഒരു ഡോസ് എടുത്തതിന് ശേഷവും പിന്നീട് രോഗം ഈ കോവിഡ് വന്ന ആളുകൾ 4,208 പേരാണ്. 2 ഡോസും ഈ കോവാക്സിൻ 2 ഡോസും എടുത്തതിന് ശേഷം വീണ്ടും രോഗികളായ, ഇന്ത്യ രാജ്യത്ത് മൊത്തമാണ് ഈ കണക്ക്, വീണ്ടും രോഗികളായവർ 695 പേരാണ്. ഇത് രണ്ടും 0.04%. അപ്പോൾ ഇത് രോഗം വരുന്നില്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. വളരെ ദുർലഭം ആളുകൾക്ക് മാത്രമാണ് ഇത് വരുന്നത്. ഈ വാക്സിൻ എടുത്താലും രോഗം വരും എന്ന് പറയുന്നുണ്ട്. വന്നാലും നമ്മൾ അപകട സാധ്യതയില്ല, ഈ ഒരു കോവിഡ് വന്നത് മൂലം മരിക്കുകയില്ല എന്നാണ് ഇതിന്റെ വിദഗ്ധർ പറയുന്നത്. ഇനി രണ്ടാമത്തെ വാക്സിനായ കോവിഷീൽഡിനെ കുറിച്ച് നോക്കാം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ എടുത്തത് കോവിഷീൽഡാണ്. 10,03,02,745 പേരാണ് രാജ്യത്ത് കോവിഷീൽഡ് എന്ന വാക്സിൻ ഒരു ഡോസ് എടുത്തത്. ഇനി 2 ഡോസ് എടുത്തത് 1,57,32,754 പേരാണ്. ഈ വാക്സിനാണ് കൂടുതൽ ആളുകൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഡോസ് എടുത്ത ആളുകൾക്ക് രോഗം തിരിച്ചു വന്നത് 17,145 പേര്. 10 കോടി ആളുകൾ എടുത്ത വാക്സിനാണ്, ഒരു ഡോസാണ് എടുത്തിട്ടുള്ളത്. അത്തരം ആളുകൾക്ക് 17,145 പേർക്ക് ഈ ഒരു രോഗം തിരിച്ചു വന്നിട്ടുണ്ട്. അത് 0.02%, വളരെ കുറവാണ് കണക്ക്. ഇനി കോവിഷീൽഡ് 2 ഡോസും എടുത്ത ആളുകൾ 1,57,32,754 പേരാണ്. അത്തരം ആളുകളിൽ നിന്ന് 2 ഡോസും എടുത്തിട്ട് വീണ്ടും തിരിച്ചു വന്നത് 5,014 പേരാണ്. അത് 0.03%. ഇങ്ങനെയാണ് ഈ ഒരു കോവിഡ് വാക്സിൻ എടുത്ത ആളുകൾക്ക് ഈ ഒരു രോഗം തിരിച്ചു വന്നിട്ടുള്ളത്. വളരെ കുറവാണ് സംഖ്യ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ വാക്സിൻ എടുക്കുക അല്ലാതെ നമുക്ക് വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ വാക്സിൻ എടുത്തതുകൊണ്ട് രോഗം തിരിച്ചു വരികയില്ല എന്ന് പറയുന്നില്ല, പക്ഷേ അപകട സാധ്യതകൾ നമുക്ക് തരണം ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും സേഫായിരിക്കുക. വാക്സിൻ എടുക്കാൻ കഴിയുന്ന സമയത്ത് തന്നെ വാക്സിൻ എടുക്കുക. വാക്സിൻ എടുക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യണം. win.gov.in എന്ന സൈറ്റിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ആ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ സെന്റർ സെലക്ട് ചെയ്യാം. ഏത് ഹോസ്പിറ്റലിൽ നിന്നാണ് എന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് സൗജന്യമായിരിക്കും. പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിലവിൽ 250 രൂപയാണ് ഒരു ഡോസ് വാക്സിന് നൽകേണ്ടി വരിക. അതിന് ചിലപ്പോൾ കൂടിയേക്കാം. അപ്പോൾ നമ്മൾ കോവിഡ് സെന്റർ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് മൊബൈൽ നമ്പർ കൊടുക്കുക. അതിനുശേഷം വരുന്ന OTP എൻ്റർ ചെയ്ത് നമുക്ക് നമ്മുടെ ഫോട്ടോ പതിച്ച ഒരു തിരിച്ചറിയൽ കാർഡ് കൂടാതെ സെലക്ട് ചെയ്യുക. ആധാർ കാർഡ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലത്, മറ്റേത് കാർഡായാലും കുഴപ്പമില്ല. ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് വേണം എന്നുള്ളതാണ്. അപ്പോൾ ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കാർഡ് നമ്പർ കൊടുക്കുക, ആധാർ കാർഡിലെ പേര് കൊടുക്കുക, ആധാർ കാർഡിലെ ജനിച്ച വർഷം കൊടുത്ത് രജിസ്റ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വളരെ സിമ്പിളാണ്. ഇത്രയാണ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു രീതി. അപ്പോൾ ഇങ്ങനെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഈ വാക്സിൻ സ്വീകരിക്കാവുന്നതാണ്. രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു വാക്സിൻ നൽകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.